നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് രാവിലെയും ദർശനത്തിനായുള്ള തീർത്ഥാടകരുടെ ക്യൂ ശബരി പീഠം വരെ നീണ്ടുകിടക്കുകയാണ്. തങ്കയാങ്കി ഘോഷയാത്ര എത്തുന്ന സാഹചര്യത്തിൽ 1 മണി മുതൽ 6 മണി വരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുകയുമില്ല. വൈകിട്ട് 6:30-നാണ് തങ്കയാങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. സന്നിധാനത്ത് ഇന്നലെ 18ാം പടി കയറിയത് 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകരാണ്. CV അനുമോദ് സന്നിധാനത്ത് നിന്നും ചേരും. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും മണ്ഡലകാലം നാളെ അവസാനിക്കുകയാണ്. തീർത്ഥാടകരുടെ ഒഴുക്കിന് യാതൊരു കുറവുമില്ല. വലിയ റെക്കോർഡ് തീർത്ഥാടകരാണ്, ഭക്തരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. എന്താണ് ഇന്നത്തെ ഒരു കാഴ്ച സാഹചര്യം? ഗുഡ് മോർണിംഗ്. ശബരിമലയിലേക്ക് തിരക്ക് തുടരുക തന്നെയാണ്. ഇന്നലെയും 1 ലക്ഷത്തിന് മുകളിൽ അയ്യപ്പന്മാർ, 1,909 അയ്യപ്പന്മാരാണ് പോലീസിന്റെ കണക്കിൽ 18ാം പടി കയറിയത്. ഇന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. രാവിലെ അയ്യപ്പന്മാരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടുകിടക്കുന്ന ഒരവസ്ഥ. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വലിയ നിയന്ത്രണങ്ങളുണ്ട്. പമ്പ ഗണപതി കോവിൽ മുതൽ സെഗ്മെന്റ് ആയിട്ടാണ് കടത്തിവിടുന്നത്. 8-9 മണിക്കൂർ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തങ്കയങ്കി ഇന്ന് പമ്പയിലെത്തും. വൈകുന്നേരം 6 മണിയോടെയാണ് സന്നിധാനത്തെത്തുക. അപ്പോൾ 1 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കടത്തിവിടുകയില്ല. രാവിലെ 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ എത്തുന്ന അയ്യപ്പന്മാർക്കും പമ്പയിലെത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള 2 കടുത്ത നിയന്ത്രണങ്ങൾ കൂടി ഇന്നത്തെ ദിവസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പയിലെത്താൻ കഴിയാതെ ശബരിമലയുടെ ഇടത്താവളങ്ങളിൽ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ നിൽക്കേണ്ടി വന്ന അയ്യപ്പന്മാർക്ക് ഇന്ന് എപ്പോഴാകും സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക എന്നൊരു കാര്യം കൂടി വ്യക്തമായിട്ടില്ല. കാരണം പലരുടെയും ഈ തിരക്ക് വർദ്ധിച്ചാൽ ഇനിയും പമ്പയിലേക്ക് നിലയ്ക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് നാളേക്കുള്ളിലൂടെ എത്തിച്ചേരുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഉച്ചയോടെ പമ്പയിലെ തങ്കയങ്കിക്ക് സ്വീകരണം നൽകും. അതിനുശേഷം വൈകുന്നേരം 5 മണിയോടെയാണ് ഇന്ന് വൈകുന്നേരം സന്നിധാനത്ത് നട തുറക്കുക. 5 മണിക്ക് നട തുറന്നാൽ ഉടൻ തന്നെ തങ്കയങ്കി സ്വീകരിക്കാനുള്ള ദേവസ്വം പ്രതിനിധികൾ ശരംകുത്തിയിലേക്ക് യാത്രയാകും. 6:30-യോടെ തങ്കയങ്കി സന്നിധാനത്തെത്തുകയും മഹാദീപാരാധന നടക്കുകയും ചെയ്യും. ഇന്ന് രാത്രി മുഴുവൻ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ ദർശിക്കാൻ തീർത്ഥാടകർക്ക് സാധിക്കും. നാളെ രാവിലെ 10:30-ക്കും 11:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ഉള്ളത്. നാളെ രാവിലെ 9:45 വരെ മാത്രമേ നെയ്യഭിഷേകത്തിനുള്ള അവസരവും ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ ചില ക്രമീകരണങ്ങളിൽ മാറ്റം മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തുണ്ട്. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അയ്യപ്പന്മാർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ പമ്പ മുതൽ സന്നിധാനം വരെ പലയിടത്തും നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെ വേണം മല കയറുവാൻ. ഇപ്പോഴും ഇന്നലെ വൈകുന്നേരം മല കയറാൻ തുടങ്ങിയവർക്ക് ഇതുവരെയും ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുള്ളത്. അനുമോദ്, വലിയ തിരക്ക് നമ്മൾ ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. വലിയ തിരക്കെന്ന് പറഞ്ഞാൽ ക്രമാതീതമായി ഭക്തർ ക്ഷേത്രത്തിലേക്ക്, സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. വലിയ നിയന്ത്രണങ്ങൾ പമ്പ മുതലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ കുഞ്ഞ് മാളികപ്പുറങ്ങൾ മുതൽ മാളികപ്പുറങ്ങൾ അടക്കമുള്ള വലിയ ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടോ അവിടെ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ? പമ്പ മുതൽ സന്നിധാനം വരെ എല്ലാവർക്കും ഒരേ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ സാധ്യമാവുകയുള്ളൂ. കാരണം വളരെ ഇടുങ്ങിയ വഴിയാണ് മരക്കൂട്ടത്തു നിന്ന് സന്നിധാനം വരേക്കുള്ളത്. മരക്കൂട്ടം വരേക്കും വിശാലമായ വഴിയുണ്ടെങ്കിലും മരക്കൂട്ടത്ത് നിന്ന് ക്യൂ കോംപ്ലക്സുകളൊക്കെ അതിലേക്കുള്ള ഈ വഴികൾ തുടങ്ങുന്നത് വളരെ ഇടുങ്ങിയതാണ്. അവിടെ എല്ലാ അയ്യപ്പന്മാർ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും വേറെ സംവിധാനം ഒരുക്കുക ഇന്ന് പ്രായോഗികമായിട്ട് സാധ്യമുള്ള ഒരു കാര്യമല്ല. അവർക്ക് സന്നിധാനത്തെത്തിയാൽ നടപ്പന്തൽ മുതൽ മാത്രമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക ക്യൂ സംവിധാനമൊക്കെ ഉള്ളത്. 18ാം പടി കയറി കഴിഞ്ഞാൽ അവർക്ക് അയ്യപ്പനെ ശ്രീകോവിലിന് മുൻപിൽ
ചെന്ന് കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതുവരേക്കും സാധാരണ എല്ലാവർക്കുമുള്ള സൗകര്യങ്ങൾ മാത്രമേ അവർക്കും ലഭിക്കുകയുള്ളൂ. അതിൻ്റെ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം തന്നെ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പമ്പ മുതൽ സന്നിധാനം വരെ പ്രത്യേക പരിഗണനയോ പ്രത്യേക സംവിധാനങ്ങളോ ഒരുക്കുക ഇന്ന് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ സന്നിധാനത്തെത്തിയാൽ നടപ്പന്തൽ മുതൽ ശ്രീകോവിൽ വരെ അവർക്ക് സുഗമമായിട്ട് ദർശനം നടത്താനും അല്ലെങ്കിൽ സുഗമമായി എത്തിച്ചേരാനുള്ള സംവിധാനം മാത്രമാണ് നിലവിലുള്ളത്. ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ആളുകളെയെല്ലാം സെഗ്മെൻ്റായി തടഞ്ഞു നിർത്തുന്ന ഇടങ്ങളിൽ അവർക്ക് വെള്ളവും ബിസ്ക്കറ്റും മറ്റു കാര്യങ്ങളും നൽകുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തിരക്ക് വർദ്ധിക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ സന്നിധാനത്തോ പമ്പ മുതൽ സന്നിധാനം വരെ വരുന്ന വഴിയിലോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോൾ പോലും ഈ സന്നിധാനത്തേക്ക് നേരിട്ടെത്താൻ ഉള്ള ഒരു പ്രത്യേക ക്യൂ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും വലിയൊരു ഉപകാരം തന്നെയായിരിക്കും അല്ലേ? സന്നിധാനം വരെ ആ ഒരു പ്രത്യേക സംവിധാനം അവർക്ക് ഉപകാരപ്പെടും. പക്ഷേ നടപ്പന്തൽ എത്തുന്നതിന് മുൻപ് ഉള്ള ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കുന്നതിന് മറ്റൊരു വഴിയും പ്രായോഗികമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാല പൊൻകുന്നം റൂട്ടിലൊക്കെയായിരുന്നു വലിയ തരത്തിൽ വാഹനങ്ങൾ പിടിച്ചിട്ടത്, മണിക്കൂറുകൾ പിടിച്ചിട്ടത്. 10-15 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ സന്നിധാനത്ത് എത്തുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തർ ഇന്നലെ ഉണ്ടാക്കിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ വൈകാരികമായ പ്രതിഷേധങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത്രമാത്രം മണിക്കൂറുകളോളം ക്യൂ നിൽക്കുക അല്ലെങ്കിൽ മണിക്കൂറുകളോളം വാഹനത്തിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു. ഈ മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് ശേഷമാണ് കുറച്ച് പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായത് എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും വാർത്തകൾ വന്നതിന് ശേഷമാണ് മണിക്കൂറുകളോളം വാഹനത്തിലടക്കം കുടുങ്ങിക്കിടന്ന ആളുകൾക്ക് ഒരു വെള്ളവും ഭക്ഷണവും അടക്കം എത്തിക്കാൻ പോലീസ് അടക്കം ഇടപെടലുണ്ടായത്. അത്തരത്തിൽ വലിയ തിരക്കായിരുന്നു ഇന്നലെ സന്നിധാനത്തുണ്ടായത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അനുമോദിലേക്ക് തന്നെ